നമ്മുടെ സഭയിൽ അനേകം പ്രസ്ഥാനങ്ങളുണ്ട്. കോൺവെന്റുകളുണ്ട്, ദേറാകളുണ്ട്, മിഷൻ സെന്റേഴ്സ് ഉണ്ട്, ദീപാദാസ സമൂഹമുണ്ട്, ഒക്കെ ഉണ്ട്. ഈ പ്രസ്ഥാനങ്ങളൊക്കെ ആരംഭിച്ചവരുടെ കാലത്ത് അത് കത്തിജ്വലിക്കും. ആരംഭിച്ചു കഴിഞ്ഞ് രണ്ടാം തലമുറയിലേക്ക് വരുമ്പോൾ അത് കുറേശ്ശെ മങ്ങാൻ തുടങ്ങും. കുറെ കഴിയുമ്പോൾ മങ്ങി 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 ഏതാണ്ട് തിരി കെടാൻ പോകുന്ന പോലെ ഇരിക്കും. അത് സ്ഥാപനങ്ങൾ അങ്ങനെയാണ് ഞാൻ ഇതുവരെയൊക്കെ കണ്ടിട്ടുള്ളത്. അത് എൻ്റെ വീക്ഷണം കേട്ടോ, നിങ്ങൾ ഇതിനോടൊന്നും യോജിക്കുകയില്ലായിരിക്കാം. ഏത് പ്രസ്ഥാനവും അങ്ങനെ. അത് തുടങ്ങിയ ആളുകൾ അതിനു വേണ്ടി അത്യധ്വാനം ചെയ്യും. കാരണം അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, അവർക്കൊരു ദൗത്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നത്തെ തലമുറയിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ ദേറാകളിൽ നോക്കിക്കോ, പ്രസ്ഥാനങ്ങൾ നോക്കിക്കോ, മിഷൻ സെന്റേഴ്സ് നോക്കിക്കോ, ഒരു കാലത്ത് പത്രോസ് മാർ ഉസ്താദിയോസിന് വേണ്ടി പത്രോസൻ ബാങ്ക് എന്ന് പറഞ്ഞ് കത്തിജ്വലിച്ച് നിന്നിരുന്ന ശ്രീപാദാസ സമൂഹം നോക്കിക്കോ. അത് കഴിയുമ്പോൾ അതിങ്ങനെ തിരിച്ച് കെട്ട് പോകും. ഇതൊരു അപ്രിയ സത്യമാണ്. ഈ സത്യം പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ പറയാതിരിക്കുന്നത് മനസ്സിൻ്റെ അകത്ത് നൊമ്പരവുമാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, മിഷൻ എന്ന് പറയുന്നാൽ വിഷൻ ഉണ്ടാകണം. വിഷൻ ഇല്ലാത്ത മിഷൻ ഒരിക്കലും കത്തിജ്വലിക്കുകയില്ല. അപ്പോൾ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഉണ്ടായിരുന്ന വിഷൻ പിന്നീട് ഉള്ളവർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ അതുപോലെ ജ്വലിക്കുകയുള്ളൂ. സാധാരണ എളുപ്പമല്ലാതെ. അപ്പൊ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഉത്തരഭാരതത്തിലെ മിഷൻ തിരുവേനി തുടങ്ങി എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ബാലാരിഷ്ടതകൾ മുതൽ 3ാം ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്ത് കോടാനുകോടി പണം സമ്പാദിക്കുക, അത് പാവങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ആകാശത്തോളം വിസ്തൃതമായ ഒരു ചിന്താ ചക്രവാളവും ദൗത്യബോധവും വിഷനും ദർശനവും ഉണ്ടായതുകൊണ്ടാണ് ഉത്തരഭാരത മിഷൻ തുടങ്ങിയതും ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയതും. ആ വിഷൻ നമുക്ക് നിലനിർത്താൻ കഴിയണം എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. മിഷൻ നന്നാകണമോ വിഷൻ ഉണ്ടാകണം. വിഷൻ ഇല്ലാത്ത മിഷൻ അത് ഡാർക്കനസ് പിന്നെ അതിന്റെ അടുത്ത് വരും, ക്യാപ്രാറ്റ് ചെയ്യും. അതുകൊണ്ട് ദേവോദോസ് തിരുമേനി നമ്മൾ എത്ര വലുതായി പൊക്കി പറഞ്ഞാലും, ഗീവർഗീസ് മാർ ഉസ്താദ് തിരുമേനി എത്ര പൊക്കി പറഞ്ഞാലും, പത്രോസ് മാർ ഉസ്താദ് തിരുമേനി എത്ര പൊക്കി പറഞ്ഞാലും, ദേവോദോസിയോസ് തിരുമേനി എന്ന് പറയുന്ന ബദനി പ്രസ്ഥാനത്തിന്റെ തിരുമേനിമാരെ പൊക്കി പറഞ്ഞാലും, പത്തനാപുരം ദേറായുടെ തോമാമാർ ദിവനാസിയോസ് തിരുമേനിയെ പൊക്കി പറഞ്ഞാലും, പിൻതലമുറയ്ക്ക് അതേ റേഞ്ചിലുള്ള വിഷൻ ഉണ്ടായില്ലെങ്കിൽ ഇതെല്ലാം തമസ്കരിക്കപ്പെടും. എനിക്ക് പറയാനുള്ളത് രണ്ടാം തലമുറക്കാരോടാണ്. രണ്ടാം തലമുറക്കാരെന്ന് പറയുന്നത് ആദ്യത്തെ തലമുറക്കാരൻ സ്ഥാപകൻ അനുഭവിച്ച വേദനകളൊന്നും രണ്ടാം തലമുറക്കാരൻ അനുഭവിക്കേണ്ടതില്ല. വിരിച്ച പട്ടിന്മേലും മെത്തമേലും കിടക്കുക മാത്രമേ വേണ്ടൂ. ആദ്യത്തെ ആള് തൂമ്പായി എടുത്ത് കളയ്ക്കുകയും അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിലെ ടിക്കറ്റ് എടുത്ത് പലതവണയും അയച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ വീക്ഷണത്തിൽ ഇതെല്ലാം എന്റെ വീക്ഷണമാണ്, എന്റെ വ്യക്തിപരമായ ഇവാലുവേഷനാണ്. തുടക്കക്കാരൻ ഭംഗിയായി അവന് വിഷനും കാണും, കഷ്ടപ്പെടും, അധ്വാനിക്കും, സ്നേഹിക്കും, സ്വയം ഇല്ലാതാകും, ത്യാഗം. രണ്ടാം നിരക്കാരൻ വരുമ്പോഴേക്കും ഈ വക കാര്യങ്ങളൊന്നും കാണുകയില്ല. പിന്നെ സുഖവും സൗകര്യങ്ങളും ഒക്കെ വേണം. ആ വിധത്തിൽ പോകുമ്പോൾ മിഷൻ എന്ന് പറയുന്നത് വിഷൻ ഇല്ലാത്ത മിഷനായി തീരുകയും ആ മിഷൻ കാറ്ററാക്ട് ബാധിച്ച് തകരാറാകുകയും ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സമയത്ത് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. പറയാതിരുന്നുകൂടാ, സഭയുടെ പല കാര്യങ്ങളും പല 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 പൾസുകൾ, അണ്ടർ കറൻസ്, ഇതൊക്കെ അറിയുമ്പോഴാണ് ഇതിനൊക്കെ നൊമ്പരപ്പെട്ട് ചിലതൊക്കെ പറയാൻ തോന്നുന്നത്. സോറി, ഐ അപ്പോളജൈസ്.